ഇന്ന് ഞാൻ തന്നെ നിലമോളെ സ്കൂളിൽ കൊണ്ടാക്കിയേക്കാം. അയ്യോ, എന്താ ഇത്? ഇന്ന് ഇവള് സ്കൂളിൽ കൊണ്ടുവിടാന്നാണല്ലോ പറയുന്നത്. നിലമോളെ അവളുടെ അച്ഛനെയും തമ്മിലൊന്ന് സംസാരിപ്പിക്കാന്ന് വിചാരിച്ചപ്പോ അത് മുടക്കാനാണല്ലോ ഇവളുടെ വരവ്. ഇവളെങ്ങാനും അവിടെ വന്ന് വിക്രമിനെ കണ്ട ഇവര് തമ്മിൽ വഴക്കാവും. അത് പിന്നെ വലിയ അടിയാവുമല്ലോ. എന്ത് പറഞ്ഞപ്പോ ഇവളുടെ വരവ് ഒന്നും മുടക്ക. എന്റെ ഈശ്വരാ, എന്തേലും ഒരു മാർഗം കാണിച്ചതായോ നീ? അമ്മേ, ആ എന്താ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നത്? എന്താ ആലോചിക്കുന്നേ? ഏയ്, അത് പിന്നെ അമ്മേ, അമ്മയോടല്ലേ ചോദിക്കുന്നേ? ഷോ, എന്തിനാ വിജി നീ എന്തിനാ കിടന്ന് കഷ്ടപ്പെടാൻ നിൽക്കുന്നേ? രാവിലെ ടെൻഷൻ അടിച്ചല്ലേ ഓഫീസിൽ പോകുന്നേ. ഞാനുണ്ടല്ലോ ഇവിടെ. ഞാനല്ലേ പിയുടെ ആയിട്ട് നിലമ്പോളെ സ്കൂളിൽ കൊണ്ടുവിടുന്നേ. ഞാൻ കൊണ്ടുവിട്ടോളാം, നീ പൊക്കോ. ഇല്ല അമ്മ, എന്തോ ഇന്ന് എന്റെ കുഞ്ഞിനെ ഞാൻ തന്നെ സ്കൂളിലേക്ക് കൊണ്ടുവിടണം തോന്നുന്നു. ഞാൻ തന്നെ പോവാം. അമ്മ വീട്ടിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ നിലമോളെ സ്കൂളിൽ വിട്ടിട്ട് അങ്ങനെ കടയിലേക്ക് പോവാം. എടി, എന്റെ എല്ലാ ജോലിയും കഴിഞ്ഞടി. ദേ നോക്ക്, നിനക്ക് കടയിൽ നിന്ന് നല്ല ജോലി ഉള്ളതല്ലേ. ഇപ്പൊ വേഗം പോയാലല്ലേ നിനക്ക് കടയിൽ നിന്ന് നേരത്തെ വരാൻ പറ്റുള്ളൂ. നിലയെ സ്കൂളിൽ വിട്ടിട്ട് പോയാ നീ ലേറ്റ് ആവും. അത് മാത്രമല്ല, ഇപ്പൊ ടൗണിൽ മുഴുവൻ ഭയങ്കര ട്രാഫിക് ബ്ലോക്കാ. അതുകൊണ്ട് ഞാൻ നിലമോളെ കൊണ്ടുവിട്ടോളാം. നീ ജോലിക്ക് പോ. വാ നില പോവാ. അമ്മേ അമ്മേ നിക്ക്, എനിക്ക് സമയമുണ്ടമ്മേ. നിലമോളെ വിട്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കടയിൽ പോയിക്കോളാം. അമ്മ ഇവിടെ തന്നെ ഇരിക്കുക. എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? ഞാൻ വാശി പിടിച്ചതല്ല, എന്റെ ശീലങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി നീ എപ്പോ ശ്രമിച്ചോണ്ടിരിക്കുന്നെ. ഇന്ന് മാത്രം എന്താണാവോ നിനക്ക് കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുപോയി വിടണമെന്നൊരു നിർബന്ധം ഉണ്ടായത്? ഞാൻ കൊണ്ടാക്കാന്ന് പറഞ്ഞതല്ലേ. നീ കടയിൽ പോവാൻ നോക്ക്. മുത്തശ്ശി, അമ്മ വന്നോട്ടെ. എന്തിനാ അമ്മയോട് വരണ്ടെന്ന് പറയുന്നേ? മുത്തശ്ശിയും വന്നോ, അമ്മയും വരട്ടെ. അയ്യോ, കാര്യം എന്താന്നറിയാതെ നിലമോളും അമ്മയെ സപ്പോർട്ട് ചെയ്യുവാണല്ലോ. എന്റെ മോള് പറയുന്ന ഐഡിയ ആണ് കറക്റ്റ്. ഞാനും വരാം, വേണമെങ്കിൽ അമ്മയും വന്നോ. നമ്മള് 3 പേരും കൂടി അങ്ങ് പോവാം. നീ വാ മോളെ. ഇങ്ങതാ ദാമ. എന്റെ ദൈവമേ, ഇന്ന് വിജി വിക്രമിനെ കാണല്ലേ. അവളെങ്ങാനും കണ്ടാ പിന്നെ തീർന്നു കാര്യം. ഇപ്പൊ എന്തിനാ അമ്മ അവിടെ തന്നെ പെരുപുറത്ത് നിൽക്കുന്നേ? ഒന്നുകിൽ വണ്ടിയിൽ കയറി ഇരിക്കും, ഇല്ലെങ്കിൽ വീട്ടിനകത്ത് പോ. ഞാൻ വന്നു. നിലമോളെ, ബാഗ് ഇതാ, ഇത് പിടിച്ചമ്മ. നിങ്ങൾ പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. എന്റെ മോനെയും കവിനെയും അന്വേഷിച്ച് അവള് വരികയാണെങ്കിൽ ഞാൻ അവളെ വീട്ടിൽ കയറ്റില്ല. എന്റെ കാര്യം പോട്ടെ, എന്റെ മകൻ വിക്രം ഒരിക്കലും അവളെ സ്വീകരിക്കില്ല. അത്രയ്ക്കും തീർത്താ തീരാത്ത ദേഷ്യം അവളോടുണ്ട്. അതെല്ലാം മറക്കുന്നത് എന്റെ മോൻ കവിന്റെ കൂടെ അവൻ സന്തോഷമായിട്ട് ഇരിക്കുമ്പോഴാണ്. ഒരു കാരണവശാലും അവന്റെ ജീവിതം കുട്ടിച്ചോറക്കിയ വിജിയെ അവൻ സ്വീകരിക്കുന്ന സ്വപ്നത്തെ പോലും കരുതണ്ട. അക്കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. ഒരുപക്ഷെ വിക്രം ആ പെണ്ണിനെ കണ്ട് മനസ്സ് മാറി വീണ്ടും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ച നമ്മൾ എന്താ ചെയ്യുക? ചേച്ചി ദേഷ്യപ്പെടരുത്. ഇവള് ചോദിക്കുന്നതിലും കാര്യമുണ്ട് ചേച്ചി. ഞങ്ങൾക്കുള്ളത് ആകെ ഒരു മോളാ. അവളുടെ ജീവിതം നന്നായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തെറ്റില്ലല്ലോ. ഞങ്ങളിങ്ങനെ തുറന്നു പറയുന്നോണ്ട് ചേച്ചി വിഷമം വിചാരിക്കരുത്. ഞാൻ ഇത്രയ്ക്കും ഉറപ്പിച്ച് പറയുന്നില്ലേ, പിന്നെ എന്തിനാ നിങ്ങളിങ്ങനെ പേടിക്കുന്നത്, സംശയിക്കുന്നത്? എന്റെ മോന്റെ അടുത്ത് ആ വിജിയുടെ പേര് പറഞ്ഞാൽ തന്നെ അത്രയ്ക്ക് ദേഷ്യം വരും. അത്രമാത്രം അവൻ അവളെ വെറുത്തു കഴിഞ്ഞു. അതുപോലെ വിക്രമിന്റെയും പ്രീതിയുടെയും കല്യാണം എത്രയും വേഗം നടത്തി കഴിഞ്ഞ അതിനുശേഷം വിക്രം പ്രീതിയെ സ്വന്തം ഭാര്യയുടെ സ്ഥാനത്ത് കണ്ട് തീർച്ചയായും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും. പ്രീതിക്ക് ഒരു തരത്തിലും വിഷമം ഉണ്ടാവരുത്. എന്നെ വിശ്വസിച്ച് വന്ന പെണ്ണാ അവള്. അവളെ ഒരു കാരണവശാലും കൈവിടാൻ പാടില്ല എന്ന് അവൻ തീരുമാനം എടുത്തോളൂ.
വിക്രമിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ വളരെ സ്നേഹമുള്ളവനാ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ബോൾഡായിട്ട് പറയുന്നത്. എന്റെ മകൻ അവന്റെ ആദ്യത്തെ ഭാര്യയെ ഒരിക്കലും സ്വീകരിക്കില്ല.